ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بأبها. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത് 5 കാര്യങ്ങളിൽ മേലാണ്. ഈ 5 കാര്യങ്ങൾ പഠിക്കലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കലും ഒരു മുസ്ലിമിൻ്റെ മേലുള്ള നിർബന്ധമായ ബാധ്യതയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സകാത്ത് വൽ ഹജ്ജി വ സൗമി റമളാൻ. ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത് 5 കാര്യങ്ങളിൽ മേലാണ്. ഒന്നാമത് അവിടുന്ന് പറഞ്ഞത് ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കലാണത്. ഷഹാദത്ത് അംഗീകരിച്ചാൽ മാത്രമേ ഒരാളെ മുസ്ലിമായി അംഗീകരിക്കുകയുള്ളൂ. അതായത് അള്ളാഹുവാണ് ആകാശങ്ങളെയും കോടാനുകോടി നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതും അതുപോലെ തന്നെ ഭൂമിയെയും ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ അവൻ മാത്രമാണ്. അതിനെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനും അവൻ മാത്രമാണ്. അതിനെ എല്ലാം മാർഗദർശനം നൽകിയവനും അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അവനോട് മാത്രമേ നമുക്ക് ആരാധിക്കാൻ അർഹതയുള്ളൂ എന്ന് അംഗീകരിക്കലാണ് ഷഹാദത്ത്. ആ ഷഹാദത്തിൽ തന്നെ 2ാമത്തെ ഇനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കൽ. അതായത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, 59-ാമത്തെ അധ്യായം സൂറത്തുൽ ഹശ്റിൻ്റെ 7-ാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ മതമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് നമ്മൾ സ്വീകരിക്കുക. എന്താണോ അവിടുന്ന് വിലക്കിയത് അത് നമ്മളും വിലക്കുക എന്നുള്ളതാണ് 2ാമത്തെ ഷഹാദത്തിൻ്റെ 2ാമത്തെ പൊരുൾ. 2ാമതായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത് നമസ്കാരത്തെക്കുറിച്ചാണ്. നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അഥവാ എല്ലാ ദിവസവും അള്ളാഹുവിനോടുള്ള നന്ദി എന്നോളം അള്ളാഹു നിശ്ചയിച്ച ഉത്കൃഷ്ടമായ ഒരാരാധനാ കർമ്മമാണ് നമസ്കാരം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 4-ാം അധ്യായം സൂറത്തു നിസാഇൻ്റെ 103-ാമത്തെ വചനത്തിലൂടെ റബ്ബ് പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയം നിർണയിക്കപ്പെട്ട ഒരാരാധനാ കർമ്മമാകുന്നു നമസ്കാരം. ഏറ്റവും ഉത്കൃഷ്ടമായ ആരാധനാകർമ്മം ഏതെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി അസ്സലാത്തു അലാ വക്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കുക. 3-ാമതായി കൊണ്ട് അവിടുന്ന് പറഞ്ഞത് സക്കാത്ത് കൊടുത്തു വിട്ടലാകുന്നു. അതായത് പാവങ്ങൾക്ക് അർഹതപ്പെട്ടതും സമ്പത്തുള്ളവരുടെ അവകാശവുമാണ് സക്കാത്ത് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 103-ാമത്തെ വചനത്തിലൂടെ റബ്ബ് പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായ ദാനം നിങ്ങൾ വാങ്ങുക. എന്തിനു വേണ്ടിയാണെന്നോ, അവരെ സംസ്കരിക്കുവാനും അതുപോലെ തന്നെ അവരെ ശുദ്ധീകരിക്കുവാനും വേണ്ടിയാകുന്നു അത്. അതുകൊണ്ട് തന്നെ 3-ാമതായി സക്കാത്ത് കർമ്മം കൊടുത്തുവിട്ടലും ഒരു മനുഷ്യൻ്റെ, ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അതുപോലെ തന്നെ നോമ്പ്
നാലാമതായി കൊണ്ട് അവിടുന്ന് പറഞ്ഞത് പാപങ്ങൾക്ക് പരിഹാരമായും പുണ്യങ്ങൾ വാരിക്കൂട്ടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മഹത്തായ ഒരു ആരാധനാ കർമ്മമാകുന്നു പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നാം നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയാകുന്നു. അഞ്ചാമതായി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. ശാരീരികമായി സാമ്പത്തികമായി കഴിവുള്ള എല്ലാവരുടെ മേലും അള്ളാഹു നിർബന്ധമാക്കിയ ഒരു മഹത്തായ ആരാധനാ കർമ്മമാകുന്നു ഹജ്ജ് കർമ്മം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈതി മനിസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. ആ ഭവനത്തിൽ കഴിവുള്ള മനുഷ്യർ വന്ന് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അള്ളാഹുവോടുള്ള ഏറ്റവും വലിയ ബാധ്യതയാകുന്നു. ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരിൽ നിന്ന് ധന്യനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട മഹത്തായ ആരാധനാ കർമ്മങ്ങളാണ് ഷഹാദത്തും അതുപോലെ തന്നെ നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജുമൊക്കെ. അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ്. അത് നമ്മൾ കൃത്യമായി നിർവഹിച്ചാൽ മാത്രമേ അവൻ്റെ സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായി നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ونحمل هم هدي الجاليات بآيات الكتاب البينات بها كم أبصروا سبل النجاة فضجوا بالشهادة ناطقين